സെൽഫ്മെയ്ഡ് മെക്കാനിക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പവർ മെഷീനുകളിൽ മോട്ടോർ ടേബിളിന് താഴെ ഘടിപ്പിച്ചവയും ഇലക്ട്രോണിക് പവർ മെഷീനുകളും ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. ഇതിലേത് മെഷീനാണ് നിങ്ങൾക്ക് ഗുണകരമാവുക? ഈ വീഡിയോ മനസ്സിരുത്തി കാണുക. ഒരു പവർ മെഷീൻ 20-25,000 രൂപയ്ക്ക് ഇടയിൽ വില വരുന്ന പവർ മെഷീൻ വാങ്ങുമ്പോൾ എന്തൊക്കെ ഗുണഗണങ്ങളാണ് ഈ മെഷീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കാറുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കേണ്ട ഒരു മെഷീനാണ്. ഡബിൾ മെഷീനിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് പവർ മെഷീനിലേക്ക് നമ്മൾ മാറുമ്പോൾ ഡബിൾ മെഷീനേക്കാൾ ഗുണങ്ങൾ കിട്ടേണ്ടതും. ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും കൂടാതെ, പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ തയ്യൽ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ പവർ മെഷീനുകളിൽ രണ്ട് തരത്തിലുള്ള മെഷീനുകളാണ് ഇപ്പോൾ സർവ്വസാധാരണമായി മാർക്കറ്റിലുള്ളത്. ഒന്ന്, ആദ്യകാലങ്ങളിൽ ഏകദേശം ഒരു 10 വർഷം മുൻപ് ഇവിടെ വിപണിയിൽ വന്നു തുടങ്ങിയ ടേബിളിന് അടിയിൽ ഒരു വലിയ മോട്ടറോട് കൂടി ഫിറ്റ് ചെയ്തു വരുന്ന പവർ മെഷീൻ. ഞാനതിനെ മോട്ടോർ പവർ മെഷീൻ എന്ന് വിളിക്കും. ഇതുപോലെ ഇപ്പോൾ ഈ അടുത്ത 1-2 വർഷം കൊണ്ട് നമ്മുടെ മാർക്കറ്റ് പിടിച്ചു പറ്റിയ ഇലക്ട്രോണിക് പവർ മെഷീൻ, അതായത് ടേബിളിന് താഴെ മോട്ടോർ പിടിപ്പിക്കാതെ മെഷീനിൽ തന്നെ, മെഷീന്റെ റൈറ്റ് സൈഡിൽ മെഷീനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രോണിക് മോട്ടോർ ഘടിപ്പിച്ച മെഷീൻ. ഈ രണ്ട് മെഷീനുകൾ തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ മെസ്സേജ് സൗജന്യമായി ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പുഷ് ചെയ്യുക. ഒന്നാമതായി നമുക്ക് ഇതിന്റെ ആയുസ് ഒന്ന് പരീക്ഷിക്കാം. നമ്മൾ ഡബിൾ മെഷീൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ഏകദേശം ഒരു 25 വർഷക്കാലം കുഴപ്പമൊന്നും കൂടാതെ നമുക്ക് ഒപ്പം നല്ല രീതിയിൽ ജോലി ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പവർ മെഷീൻ വാങ്ങും. ഈ പവർ മെഷീനിൽ നിന്ന് ഇതിൽ കൂടുതൽ ആയുസ് പ്രതീക്ഷിക്കാം, പക്ഷേ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 20 വർഷത്തിൽ താഴെയൊക്കെയാണ് സാധാരണ പവർ മെഷീനുകൾ കിട്ടുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നവർക്ക് 25 വർഷം എത്തിയേക്കാം. കാരണം ഇത്തരം മെഷീനുകളെല്ലാം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ്, നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നവയാണ്. ഈ മെഷീനുകളിൽ മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള മോട്ടോർ പവർ മെഷീൻ ഏകദേശം 25 വർഷം വരെയൊക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇലക്ട്രോണിക് മോഡൽ, ഇലക്ട്രോണിക് പവർ മെഷീൻ അത്രയൊന്നും ആയുസ് കിട്ടുകയില്ല. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോറിൽ സാധാരണ ടിവിയിലും വാഷിംഗ് മെഷീനിലും അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിലും ഒക്കെയുള്ള ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആണ് മോട്ടോറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രിന്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ മെയിൻ ബോർഡ് പലപ്പോഴും പ്രശ്നകാരിയാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ഇലക്ട്രോണിക് മേഖലയിൽ വന്നിട്ടുള്ള യൂസ് ആൻഡ് ത്രോ എന്ന സ്വഭാവ പ്രത്യേകത കൊണ്ട് ഇപ്പോൾ നിർമ്മിച്ച് മാർക്കറ്റിലെത്തുന്ന മിക്കവാറും മദർ ബോർഡുകൾ അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ അധികമൊന്നും ആയുസുള്ളവയല്ല. പണ്ട് കാലങ്ങളിൽ ഒരു ടി വി വാങ്ങിയാൽ 10-12 വർഷം കിട്ടും ആയുസ്. പക്ഷെ ഇപ്പോഴും പലതും 1 വർഷത്തിനുള്ളിൽ തന്നെ, ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ തന്നെ കംപ്ലൈന്റ് വരുന്നവയാണ്. ഇതിനുള്ള പ്രധാന കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മദർ ബോർഡുകളുടെ നിർമ്മാണത്തിലുള്ള സൂക്ഷ്മത കുറവും കാര്യക്ഷമതയില്ലായ്മയും. ഇത് തന്നെ നമ്മുടെ ഇലക്ട്രോണിക് പവർ മെഷീനുകളിലും സംഭവിച്ചിരിക്കും. നമുക്ക് ചൈനയിൽ നിന്ന് നിർമ്മിച്ചു വരുന്ന ഇത്തരം മെഷീനുകളുടെ ബോർഡുകൾ ഇവിടെ നിർമ്മിക്കുന്നില്ല. അതും ചൈനയിൽ നിന്ന് തന്നെ എത്തിയിട്ട് വേണം. ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ തന്നെ കംപ്ലൈന്റ് കാണിച്ചിട്ടുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ഇത്തരം മെഷീൻ വാങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ ഡീലർ വഴി ഈ മദർ ബോർഡ് അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഗ്യാരണ്ടി പീരീഡിന് ശേഷമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 2000-നും 3000-നും ഇടയിലുള്ള തുക നഷ്ടമാകും. ഒരു മോട്ടോർ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള പവർ മെഷീനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണഗതിയിലുള്ള ഒരു ഇൻഡക്ഷൻ മോട്ടറാണ്. നമ്മുടെ വീട്ടിൽ വെള്ളമടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ. ഈ മോട്ടോർ വളരെ വർഷങ്ങളോളം, ചുരുങ്ങിയത് ഒരു 5, 8, 10 വർഷം വരെയൊക്കെ ഒരു പ്രശ്നങ്ങളും കൂടാതെ വർക്ക് ചെയ്യും.
ഇങ്ങനെയുള്ള ഈ മോട്ടോർ ഘടിപ്പിച്ച മെഷീന്റെ മെയിന്റനൻസ് ചെലവ് 25 വർഷക്കാലം എടുത്താൽ മാക്സിമം 2 പ്രാവശ്യമേ ഈ മോട്ടോർ വൈൻഡ് ചെയ്യേണ്ടി വരാറുള്ളൂ, സ്വാഭാവികമായ അവസ്ഥ. അപ്പോഴും നമുക്ക് വരുന്ന ചിലവ് 5000 രൂപയിൽ താഴെയായി. 25 വർഷം 5000 രൂപ മുടക്കിയാൽ തീരുന്ന ഈ മോട്ടോറിന്റെ പ്രവർത്തനം ഇലക്ട്രോണിക് മോട്ടോർ വഴി കിട്ടുമ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത്. 2 വർഷം പോലും തികയുന്നതിന് മുൻപേ കേടുവരുന്ന മദർ ബോർഡ് അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് മാറ്റിവെക്കപ്പെടുമ്പോൾ 25 വർഷ കാലയളവിനുള്ളിൽ എത്ര പ്രാവശ്യം മാറ്റിവെക്കേണ്ടി വരും? നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്ത് ചിലവാകുന്ന പൈസ ചിന്തിച്ചു നോക്കും. മാത്രമല്ല 2-3 പ്രാവശ്യം മാറ്റിവെക്കുമ്പോൾ 5-6 വർഷം കഴിയും. പിന്നീട് ഒരുപക്ഷെ ഈ മോഡലുകൾ ലഭ്യമല്ല, ഇത്തരം ബോർഡുകൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഡീലർ നമ്മളെ ഒഴിവാക്കും. സത്യം അതാണ് താനും. മോഡൽ മാറുമ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ബോർഡുകൾ പഴയ മോഡലുകൾ കിട്ടാതാവും. ഈ അവസരത്തിൽ നിങ്ങൾ ഈ മെഷീൻ എന്ത് ചെയ്യും? ഉപേക്ഷിക്കേണ്ടി വരും. 25 വർഷം ആയുസ് പ്രതീക്ഷിച്ച് വാങ്ങിയ ഇലക്ട്രോണിക് പവർ മെഷീന് സംഭവിക്കാവുന്ന ഒരവസ്ഥ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഒരു പവർ മെഷീൻ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മെഷീൻ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നീട് മെയിന്റനൻസിനായി അനാവശ്യമായി ഒത്തിരി പണം ചെലവഴിക്കേണ്ടി വരും. നിങ്ങളുടെ സമയവും മാനസിക സമ്മർദ്ദവും വേറെ. ഇത്തരം മെഷീനുകളുടെ പവർ കൺസംഷൻ, ചില വ്യാപാരികൾ നിങ്ങളെ ഇതിൽ ആകൃഷ്ടരാക്കുന്നത് കറണ്ട് ഉപഭോഗം കൂടുതലാണ് മോട്ടോർ ഘടിപ്പിച്ചവയ്ക്ക്, എന്നാൽ ഇലക്ട്രോണിക്കിന് അത്രയും ഇല്ല എന്ന് പറഞ്ഞാൽ നോക്കാം എന്താണ് ഇതിന്റെ സത്യാവസ്ഥ. ഞാൻ ഒരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ കൂടിയാണ്. ഒരു വൈദ്യുതി മോട്ടോർ അതിന്റെ HP യിലാണ് അളക്കപ്പെടുന്നത്. 1 HP എന്നാൽ 746 വാട്ട്സ്. നമുക്ക് ലഭ്യമാകുന്ന മോട്ടോർ ഘടിപ്പിച്ച പവർ മെഷീനുകളിലെ മോട്ടോർ 1/3 HP ആണ്. ഏകദേശം 250 വാട്ട്സിനടുത്ത്. 250 വാട്ട്സ് ഉണ്ട് എങ്കിൽ നമ്മുടെ മോട്ടോർ ഘടിപ്പിച്ച പവർ മെഷീൻ പ്രവർത്തിക്കും. ഇലക്ട്രോണിക് പവർ മെഷീന്റെ മോട്ടോർ 550 മുതൽ 600 വാട്ട്സ് വരെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ വ്യത്യാസം. ഇലക്ട്രോണിക് പവർ മെഷീന്റെ മോട്ടോറിനാണ് വാട്ട്സ് കൂടുതൽ ആവശ്യമാണ്, ഇരട്ടിയോളം. അതുകൊണ്ട് കറണ്ട് ഉപഭോഗം ഒരു വർഷത്തെ മൊത്ത കാലയളവിൽ എടുത്തിയാൽ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവരിൽ തന്നെ പറയും ഇലക്ട്രോണിക് മോട്ടോർ ഘടിപ്പിച്ച മെഷീനുകൾക്കാണ് കറണ്ട് ഉപഭോഗം കൂടുതൽ. സാധാരണഗതിയിൽ ഒരു മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള പവർ മെഷീൻ ഒരു ദിവസം 1 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപഭോഗമേ വരാറുള്ളൂ. ഇക്കണക്കിന് നോക്കിയാൽ ഒരു മാസം വരുന്ന വൈദ്യുതി ബില്ലിലെ അധിക തുക ഏകദേശം 100 രൂപയ്ക്ക് താഴെയായി. ഇലക്ട്രോണിക് മെഷീനിൽ ഇതല്ല അവസ്ഥ. മറ്റൊന്ന്, വ്യാപാരി നിങ്ങളെ മോഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം വളരെ കുറഞ്ഞ സ്പീഡിൽ സെറ്റ് ചെയ്ത് തയ്ക്കാം എന്നതാണ് ഇലക്ട്രോണിക് പവർ മെഷീന്റെ ഒരു മേന്മ. ശരിയാണ്, തുടക്കക്കാർക്ക്, നല്ല സ്പീഡിൽ തയ്ച്ച് പരിചയമില്ലാത്തവർക്ക് ഈ ഒരു ഓപ്ഷൻ അനുഗ്രഹപ്രദമാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മുടെ കയ്യിൽ നല്ല വേഗതയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും 1-2 മാസം കൊണ്ട് നിങ്ങൾ ഇതിന്റെ സ്പീഡ് സ്വയം പഠിച്ച് പരിചയിക്കും. ഒരു 6 മാസം എടുത്തോട്ടെ. തീർച്ചയായും നിങ്ങൾ നല്ല വേഗതയിൽ പ്രവർത്തിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പവർ മെഷീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച പവർ മെഷീൻ എടുത്താൽ 6 മാസ കാലയളവ് കൊണ്ട് നിങ്ങൾ ഏതൊരു വ്യക്തിയും ഈ മെഷീന്റെ വേഗത ചെറുതു മുതൽ വലുത് വരെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കും. ഇതാണ് വേണ്ടത്. അതേസമയം തുടക്കക്കാരൻ എന്ന നിലയിൽ വേഗത കുറച്ചിട്ട് ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാമെന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ഈ വ്യക്തി ഒരിക്കലും നല്ല വേഗതയിൽ തയ്ക്കുന്ന ആളാകില്ല. കാരണം അയാൾക്ക് കംഫർട്ടായിട്ടുള്ള കുറഞ്ഞ വേഗതയിൽ ഈ മെഷീൻ പ്രവർത്തിച്ചോളൂ. പിന്നെ വലിയ വേഗതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഇങ്ങനെയെങ്കിലും ഒരു ഡബിൾ മെഷീൻ തന്നെ മതിയായിരുന്നു. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. വേഗത കുറച്ച് ഇത്തരം മെഷീനുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇതിന്റെ ഓയിൽ പമ്പ് പ്രവർത്തിക്കാനുള്ള RPM ലഭിക്കാത്തതിനാൽ ഓയിൽ പമ്പ് ആവശ്യമായ പ്രഷറോടുകൂടി ഓയിൽ പ്രവർത്തിപ്പിച്ച് മുകളിലെത്തുകയില്ല. പമ്പിംഗ് കാര്യക്ഷമമായി നടക്കാത്തതിനാൽ മെഷീന്റെ ഓയിൽ ചെല്ലേണ്ട ഭാഗങ്ങളിൽ കൃത്യമായ അളവിൽ ഓയിൽ ചെല്ലുകയില്ല. ഇത് മെഷീന്റെ കാലാവധി നന്നായി കുറയ്ക്കും. തേയ്മാനം വർദ്ധിക്കും. ഷട്ടിൽ, ബുഷുകൾ, ബെയറിംഗ് ഇത്തരം ഭാഗങ്ങളിലെല്ലാം ഓയിൽ ചെല്ലാത്തതിനാൽ തേയ്മാനം വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ നോക്കൂ,
വേഗത കുറച്ച് തയ്ക്കാമെന്ന ഈ ഓപ്ഷൻ ഭാവിയിൽ നിങ്ങൾക്ക് വരുത്തുന്നത് മെഷീന്റെ നാശമാണ്. മറ്റൊരു പ്രത്യേകതയായി ഇലക്ട്രോണിക് പവർ മെഷീനുകളിൽ പറയപ്പെടുന്ന കാര്യം ഇൻവെർട്ടറുകളിലും ജനറേറ്ററുകളിലും ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാമെന്നതാണ്. നല്ല കാര്യം. ഇൻവെർട്ടർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഗുണകരമാണ്. എല്ലായ്പ്പോഴും ഒന്നും നമ്മുടെ നാട്ടിൽ കറണ്ട് ഉണ്ടാവുകയില്ല. കറണ്ട് പോകുന്ന ഉടൻ തന്നെ തീർക്കേണ്ടതായ വർക്കുകൾ തീർക്കാൻ ഈ ഇൻവെർട്ടർ ജനറേറ്റർ വെച്ചുള്ള ഉപയോഗം നല്ലതുമാണ്. ഇത് കമ്പനികളിലൊക്കെ വളരെയേറെ ഗുണം ചെയ്യും. കാരണം വളരെയേറെ തൊഴിലാളികളുടെ തൊഴിൽ സമയം നഷ്ടപ്പെടുത്താതെ അവർ ജനറേറ്റർ ഉപയോഗിച്ചാണ് കമ്പനികളിലെ മിക്കവാറും പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരനായ തയ്യൽക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണം അത്ര പ്രയോജനകരമൊന്നുമല്ല. ഒരു ദിവസത്തിലെ 24 മണിക്കൂറൊന്നും ഈ സാധാരണക്കാരൻ തയ്ക്കുന്നില്ല. കറണ്ട് ഉള്ളപ്പോൾ തയ്ച്ചാൽ മതി. അതിനുള്ളത്ര തുണിയും കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അല്പം തിരക്ക് കൂടുതലുള്ള ഒരു കടയാണ് എങ്കിൽ ഒരു സാധാരണ ഇൻവെർട്ടറിലും ഇത് പ്രവർത്തിപ്പിക്കാം. അല്പം ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ. കറണ്ട് പോകുന്ന ഉടനെ തന്നെ കറണ്ട് ലഭ്യമാക്കുന്ന കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന UPS സിസ്റ്റം ഈ മോട്ടോർ ഘടിപ്പിച്ച മെഷീനുകളിൽ ഉപയോഗിക്കാം. മോട്ടോർ ഘടിപ്പിച്ച മെഷീന്റെ പ്രത്യേകത കറണ്ട് പോയ ശേഷം മോട്ടോർ ഓഫ് ചെയ്ത് പിന്നീട് ഇൻവെർട്ടറിലോ ജനറേറ്ററിലോ മോട്ടോർ സ്റ്റാർട്ടായി വരികയില്ല എന്നുള്ളതാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടോർ കറണ്ട് പോകുന്ന ഉടനെ തന്നെ നിങ്ങളുടെ ഒന്നും നിയന്ത്രണമില്ലാതെ തന്നെ അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ തരാൻ കഴിവുള്ള UPSകൾക്ക് ഈ പ്രശ്നം ഒഴിവാക്കിയെടുക്കാൻ. കറണ്ട് പോയാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ പോലും അറിയാതെ അടുത്ത കറണ്ട് UPS വഴി ലഭിക്കും. മോട്ടോർ വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും. മോട്ടോർ നിർത്തിയ ശേഷം വീണ്ടും എടുക്കാതിരുന്നാൽ മതി. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മെഷീൻ നിങ്ങൾക്ക് വിറ്റ് മറ്റൊരു മോഡൽ മെഷീൻ വാങ്ങണമെന്ന് തോന്നുന്ന സാഹചര്യം അതുകൂടി പരിഗണിക്കും. തീർച്ചയായും ഒരു മോട്ടോർ ഘടിപ്പിച്ച മെഷീന്റെ 25 വർഷത്തെ ആയുസിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇത് വിൽക്കാം, വാങ്ങാൻ ആളുണ്ടാകും. പക്ഷേ ഒരു ഇലക്ട്രോണിക് മെഷീനിൽ പല ആവർത്തി നിങ്ങൾ റിപ്പയർ ചെയ്ത് ഒരുപക്ഷെ മദർ ബോർഡ് കിട്ടുകയില്ല എന്നുള്ള അവസ്ഥയിലെത്തിയ ഈ മെഷീൻ നിങ്ങൾ എന്ത് ചെയ്യും? വിൽക്കാൻ കഴിയില്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ ആണെങ്കിൽ പോലും ഇലക്ട്രോണിക് അസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മെഷീൻ വാങ്ങാൻ ആളുകൾ കുറയും. നിങ്ങളൊരു പഴയ മൊബൈൽ ഫോണോ പഴയ TVയോ വിൽക്കാൻ ശ്രമിച്ചു നോക്കൂ, വാങ്ങാൻ ആള് കുറവായി. ഇത് തന്നെ ഈ മെഷീന്റെ കാര്യത്തിൽ. ഇന്നത്തെ ചോദ്യം: ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നാൽ പരിചിതവുമായിരുന്ന ഒരു പോയിന്റ് അത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്റെ പേര് ബേബി ആൻഡി. ഞാനൊരു തയ്യൽ മെഷീൻ മെക്കാനിക്കാണ്. കഴിഞ്ഞ 25 വർഷത്തെ എന്റെ തയ്യൽ മെഷീൻ റിപ്പയറിംഗ് അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത്.